ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് 3 പേർക്കും കൂടിയിട്ട് നെടുമങ്ങാട് ഈ പാലസിൽ പോവാമെന്ന്. അപ്പം ഞാൻ ഈ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ ഉണ്ണീടോടല്ലാതെ ഞാൻ വേറെ ഇങ്ങനെ സ്ഥലങ്ങളൊന്നും കാണാൻ എവിടെയും പോയിട്ടില്ല. പിന്നെ ഇത് നെടുമങ്ങാട് ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ വന്നത് കണ്ടിട്ടുമില്ല. ക്ലാസ്സിന് അവിടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കത് കാണാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അതിനകത്ത് ഒരാളുടെ വീട് അതിനടുത്തും ഒരാളുടെ വീട് ബിതിരിയിലുമാണ്. ഒന്ന് രേഷ്മ, ഒന്ന് ശ്രീലക്ഷ്മി. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ അതിനകത്ത് പാസ് എടുത്ത് കയറി. പാസിനൊരു 30 രൂപയായിരുന്നു. അതും എടുത്ത് എക്സ്ട്രാ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 രൂപ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതും ചെയ്തിട്ട് നമ്മൾ അകത്തൊക്കെ കയറി. അവിടെ കുറേ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അവിടുത്തെ കുറേ മ്യൂസിയം അല്ലേ, അപ്പം മ്യൂസിയത്തിലെ കുറേ സാധനങ്ങളും പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയെല്ലാം കാണിച്ച് തന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ഇത്രയും ഒരു വ്യൂ മാത്രമേ ഉള്ളൂ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ അവിടെ കുളം ഉണ്ടെന്നറിഞ്ഞത്. അങ്ങനെ കുളത്തിലോട്ട് പോയി നോക്കിയാൽ കുളം കാണാനൊക്കെ അടിപൊളി. പക്ഷേ അവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ് അവർക്ക് കൊടുക്കാമായിരുന്നു. താഴെ വരെ ഇറങ്ങുന്ന കണക്ക് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മളത് കണ്ട്. പിന്നെ അവിടെ നല്ല പീസ്ഫുള്ളാണ്, അതെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറേ നേരം ഇങ്ങനെ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സംസാരിച്ച് കുറേ നേരം അവിടേക്ക് ഇരുന്ന്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ രേഷ്മ അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത്. രേഷ്മ എന്തൊക്കെ ഒരാൾക്ക് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയത്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നെടുമങ്ങാട് വരെ നമ്മൾ നടക്കണം 3 പേരും കൂടി. അങ്ങനെ നടന്ന് നമ്മൾ കഴിക്കാൻ പോയപ്പോൾ ഒരു ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഈ കട രേഷ്മയാണ് കാണിച്ചത്. എന്തൊരു വകയ്ക്ക് പൊള്ളില്ലായിരുന്നു. പിന്നെ അവൾ ഇടിക്കാനും പറ്റൂലല്ലോ, കഴിക്കാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും അതൊക്കെ കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഞാൻ ഇങ്ങോട്ടും അവരവരുടെയൊക്കെ വീട്ടിലോട്ടും പോയി. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.